ഇന്ന് ഞാൻ റഷ്യയിൽ നിന്നുള്ള ഒരു നാടോടി കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു വെള്ളാടിൻ്റെ കഥ. പണ്ട് പണ്ട് വോൾഗ നദീതീരത്ത് കൊക്കോവന്യ എന്നു പേരായ ഒരു അപ്പൂപ്പൻ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല വേട്ടക്കാരനായിരുന്നു. കാട്ടിൽ പോയി മൃഗങ്ങളെ വേട്ടയാടാൻ ഈ അപ്പൂപ്പന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ബന്ധുക്കളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് കൂട്ടിന് എവിടെ നിന്നെങ്കിലും ഒരു കുട്ടിയെ എടുത്ത് വളർത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരാൺകുട്ടിയാണെങ്കിൽ കാട്ടിൽ തൻ്റെ കൂടെ വേട്ടയ്ക്ക് വരും, തന്നെ സഹായിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും അനാഥരായ ആൺകുട്ടികളുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽക്കാരൊരു കാര്യം പറഞ്ഞു. കുറച്ച് ദൂരെയായിട്ട് ഇല്യാനോ എന്ന് പറയുന്നൊരു അമ്മായി താമസിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാം ഇല്യാനോ അമ്മായി എന്ന് വിളിക്കുന്ന ഈ സ്ത്രീയുടെ വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു പോയൊരു പെൺകുട്ടിയെ വളർത്തുന്നുണ്ട്. അവളുടെ പേര് ഡാരിയോങ്ക എന്നാണ്. അപ്പൂപ്പൻ ചെന്ന് ചോദിച്ചാൽ അവളെ വിട്ടു തരും. കാരണം ഇല്യാനോ അമ്മായിക്ക് പെൺകുട്ടിയെ ഒട്ടും ഇഷ്ടമല്ല. അവൾ പെൺകുട്ടിയാണല്ലോ എന്ന് കരുതി അമ്മായി എപ്പോഴും അവളെ വഴക്ക് പറയും, അവളെ ഉപദ്രവിക്കുകയും ചെയ്യും. അവളൊരു അടിമയെപ്പോലെയാണ് അമ്മായിയുടെ വീട്ടിൽ കഴിയുന്നത്. കൊക്കോവന്യ അപ്പൂപ്പനാണെങ്കിൽ ഒരു ആൺകുട്ടിയെ വളർത്താനാണ് ഇഷ്ടം. പക്ഷേ ഈ പെൺകുട്ടിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവൾ വളരെ കഷ്ടത്തിലാണ് ഈ അമ്മായിയുടെ വീട്ടിൽ താമസിക്കുന്നത്, അവളുടെ ജീവിതം ആകെ ദുരിതത്തിലാണ് എന്നൊക്കെ അപ്പൂപ്പൻ അറിഞ്ഞു. മാത്രമല്ല ഇവളുടെ മരിച്ചുപോയ മാതാപിതാക്കളെ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ആ പെൺകുട്ടി ഒന്ന് പോയി കാണാം, ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുവരാം എന്ന് അപ്പൂപ്പൻ കരുതി. അങ്ങനെ ഒരു ദിവസം അപ്പൂപ്പൻ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇല്യാനോ അമ്മായിയുടെ വീട്ടിലേക്ക് ചെന്നു. അപ്പൂപ്പൻ ചെല്ലുമ്പം ഇല്യാനോ അമ്മായിയുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു മരത്തണലിൽ ഒരു മുഷിഞ്ഞ ഉടുപ്പുമൊക്കെ ഇട്ട് ദേഹമൊക്കെ അഴുക്ക് പിടിച്ചിരിപ്പുണ്ട് നമ്മുടെ ഡാരിയോങ്ക. അവളുടെ മടിയിൽ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. അവൾ പൂച്ചക്കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൂപ്പൻ ചെല്ലുന്നത് കണ്ട് ഇല്യാനോ അമ്മായി ഇറങ്ങി വന്നു. അവർ തമ്മിൽ സംസാരിച്ചു. സംസാരമധ്യേ അപ്പൂപ്പൻ ചോദിച്ചു, ഇവളാണോ ഈ കേൾക്കുന്ന ഡാരിയോങ്ക? അപ്പോൾ ഇല്യാനോ അമ്മായി പറഞ്ഞു, ഓ ഇത് തന്നെ, ഒരു ശല്യമായി ഇവൾ. ഇവൾക്ക് എപ്പോഴും പട്ടിയും പൂച്ചയും കളിപ്പിക്കാനേ നേരമുള്ളൂ. ഒരു ജോലി ഇവൾ നന്നായിട്ട് ചെയ്യില്ല. എനിക്ക് ഇവളെ ഇഷ്ടമേ അല്ല. ഇവൾ വലുതാകുമ്പോൾ ഇവളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല. ഇവളെ വളർത്താൻ തന്നെ എനിക്കൊരു മനസ്സുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോക്കോ, വീട്ടിൽ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാം. ഇല്ലാനും അമ്മായി പറയുന്നത് കേട്ടപ്പോൾ കൊക്കോവന്യ അപ്പൂപ്പന് ഡാരിയോങ്കയോട് വലിയ കഷ്ടം തോന്നി. പാവം കുട്ടി. അദ്ദേഹം അവളുടെ അടുത്ത് ചെന്നു, തലയിൽ മെല്ലെ തലോടി. എന്നിട്ട് ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുന്നോ എൻ്റെ വീട്ടിലേക്ക്? ഡാരിയാങ്കയ്ക്ക് അപ്പൂപ്പനെ കണ്ടപ്പോൾ ഒരിത്തിരി പേടി തോന്നി. ആരാണെന്ന് അറിയില്ലല്ലോ, തന്നെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞാലോ. ഇപ്പോൾ ഇല്യാനോ അമ്മയുടെ വീട്ടിൽ ഇത്തിരി ജോലിയൊക്കെ ചെയ്യണം, വഴക്ക് കേൾക്കണം എന്നൊക്കെ ഉള്ളൂ. ഇത്ര അപരിചിതനായ ഒരാളുടെ കൂടെ ചെന്നാൽ തന്നെ എന്ത് ചെയ്യുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് അവൾ പേടിച്ച് ചോദിച്ചു, അപ്പൂപ്പൻ ആരാ? എന്നെ കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നത്? അപ്പോൾ കൊക്കോവന്യ അപ്പൂപ്പൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലാനൊന്നും അല്ല കൊണ്ടുപോകുന്നത്. നീ എൻ്റെ കൂടെ ധൈര്യമായിട്ട് പോരെ, ഞാൻ നിന്നെ നന്നായിട്ട് വളർത്തിക്കോളാം. പിന്നെ ഒരു കാര്യമുള്ളത്, എൻ്റെ ജോലി വേട്ടയാണ്. ഞാൻ വേനൽക്കാലത്ത് കാട്ടിൽ പോയി കാട്ടാടുകളെ വേട്ടയാടും. അതിൻ്റെ മാംസം വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ മഞ്ഞുകാലമായാൽ ഞാൻ കുറേ കാലം കാട്ടിൽ താമസിക്കും. അതിനൊരു കാര്യമുണ്ട്, ഞാൻ വെള്ളിക്കുളമ്പുള്ള വെള്ളാടിനെ അന്വേഷിക്കുകയായിരിക്കും. ഇത് കേട്ടപ്പോൾ ഡാരിയോങ്ക ചോദിച്ചു, വെള്ളിക്കുളമ്പുള്ള വെള്ളാടോ? ഞാൻ അങ്ങനെ ഒരു മൃഗത്തെ പറ്റി ഇതുവരെ കേട്ടിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഒന്നിനെ കിട്ടുകയാണെങ്കിൽ അപ്പൂപ്പൻ അതിനെ കൊല്ലുവോ? അപ്പൂപ്പൻ പറഞ്ഞേ, അതിനെ കൊന്നിട്ട് എനിക്ക് എന്ത് നേടാനാ? ഞാൻ കാട്ടാടുകളെ മാത്രമേ കൊല്ലാറുള്ളൂ. എനിക്ക് ആ വെള്ളാടിനെ ഒന്ന് കണ്ടാൽ മതി. അതിനൊരു കഥയുണ്ട്, നീ എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ നിനക്ക് ആ കഥ പറഞ്ഞുതരാം. ഡാരിയോങ്കയ്ക്ക് കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ തനിക്കുള്ള സാധനങ്ങളൊക്കെ ഒരു ചെറിയ ഭാണ്ഡത്തിലാക്കി കെട്ടി ഇല്യാനോ അമ്മായിയുടെ യാത്രയും പറഞ്ഞ് അപ്പൂപ്പൻ്റെ കൂടെ പുറപ്പെട്ടു. കുറച്ചു ദൂരം ചെന്ന് ഡാരിയോങ്ക നോക്കുമ്പോൾ തൊട്ട് പിന്നാലെ ഓടി വരുന്നു തൻ്റെ കുഞ്ഞിപ്പൂച്ച. വെള്ള നിറമുള്ള പഞ്ഞി പോലെ മിനുത്ത രോമങ്ങളുള്ള ഒരു കുഞ്ഞിപ്പൂച്ച. ഇല്യാനോ അമ്മയുടെ വീട്ടിലെ പൂച്ചയാണ് അവന്. പക്ഷേ പൂച്ചയ്ക്ക് തന്നെ വിട്ടുപിരിയാൻ ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയ ഡാരിയോങ്ക പൂച്ചയെ കൂടെ തൻ്റെ കൂടെ കൂട്ടി. അങ്ങനെ അവൾ അപ്പൂപ്പൻ്റെ വീട്ടിലെത്തി അവിടെ താമസമായി. അവിടെ നല്ല രസമായിരുന്നു. അപ്പൂപ്പന് വളരെ പെട്ടെന്ന് അവളെ ഇഷ്ടപ്പെട്ടു. അവൾ നല്ല ചുറുചുറുക്കുള്ള മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. കലപില സംസാരിച്ചുകൊണ്ട് എപ്പോഴും അപ്പൂപ്പൻ്റെ പിന്നാലെ നടക്കും. അപ്പൂപ്പൻ അവളുടെ ഒരുപാട് കഥകളും പറയും. ഡാരിയോങ്കയ്ക്കാണെങ്കിൽ അപ്പൂപ്പൻ്റെ വീട്ടിലെ താമസം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇഷ്ടം പോലെ കഥകൾ കേൾക്കാം, നല്ല ഭക്ഷണം കഴിക്കാം. അപ്പൂപ്പന് നല്ല സ്നേഹവുമാണ്. അപ്പൂപ്പൻ എത്ര കഥകൾ പറഞ്ഞു കൊടുത്താലും ഡാരിയോങ്ക അവസാനം ചോദിക്കും, എന്നാലും അപ്പൂപ്പ എന്നോട് ഇതുവരെ ആ വെള്ളാടിൻ്റെ കഥ അപ്പൂപ്പൻ പറഞ്ഞു തന്നില്ല. പണ്ടേ എന്നോട് പറഞ്ഞാണ് ആ കഥ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറയും, ഇനിയൊരു ദിവസം ആട്ടെ. പിന്നെയും അടുത്ത ദിവസവും ഡാരിയോങ്ക ചോദിക്കും, അപ്പൂപ്പ വെള്ളാടിൻ്റെ കഥ പറഞ്ഞു തന്നില്ല. അപ്പോഴും അപ്പൂപ്പൻ പറയും, ഇനിയൊരു ദിവസമാട്ടെ.
എന്തായാലും അവർ വളരെ സന്തോഷമായിട്ട് കൊക്കോവന്യ അപ്പൂപ്പൻ്റെ വീട്ടിൽ അങ്ങനെ താമസിച്ചു. എല്ലാ ദിവസവും രാവിലെ കൊക്കോവന്യ കാട്ടിൽ വേട്ടയ്ക്ക് പോവും. ആ സമയത്ത് ഡാറിയോങ്ക വീടൊക്കെ വൃത്തിയാക്കി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പൂപ്പനെ നോക്കിയിരിക്കും. ഡാറിയോങ്ക ജോലി ചെയ്യുന്ന സമയത്ത് അവളുടെ കുഞ്ഞിപ്പൂച്ച എലികളെ പിടിക്കാൻ പോവും. വൈകുന്നേരത്ത് അപ്പൂപ്പൻ വേട്ടയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എലിയെ പിടിക്കാൻ പോയ പൂച്ചയും തിരിച്ചു വരും. ഡാറിയോങ്ക താൻ ഉണ്ടാക്കിയ ഭക്ഷണം വിളമ്പും. ഒരു 3 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും. കുറേ നേരം കളിക്കും, ചിരിക്കും, സംസാരിക്കും, കഥ പറയും. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഡാറിയോങ്കയ്ക്ക് വെള്ളാടിൻ്റെ കഥ കേൾക്കണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട്. അവൾ എപ്പോഴും അപ്പൂപ്പനോട് ചോദിക്കും, എന്നാ കഥ പറയുന്നതെന്ന്. അപ്പോഴൊക്കെ അപ്പൂപ്പൻ പറയും, പിന്നെ ആട്ടെ. അവസാനം അപ്പൂപ്പൻ ഒഴിഞ്ഞു മാറാൻ വയ്യാതായി. അപ്പൂപ്പന് അറിയാവുന്ന കഥകളൊക്കെ തീർന്നു. ഇപ്പോൾ അപ്പൂപ്പൻ ഏത് കഥ പറഞ്ഞാലും ഡാറിയോങ്ക പറയും, ഈ കഥ അപ്പൂപ്പൻ നേരത്തെ പറഞ്ഞതാണ്, ഇനി വെള്ളാടിൻ്റെ കഥ പറഞ്ഞാൽ മതിയെന്ന്. അവസാനം അപ്പൂപ്പൻ പറഞ്ഞു, മോളെ, ഞാൻ ഈ വെള്ളാടിൻ്റെ കഥ പറഞ്ഞു തരാത്തതിനൊരു കുഴപ്പമുണ്ട്. ഈ കഥ കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ വെള്ളാടിനെ അന്വേഷിച്ച് പോയി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നീ അങ്ങനെ ഒരു അപകടത്തിൽ പെട്ടു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൂപ്പൻ ആ കഥ പറഞ്ഞു തരാത്തത്. അപ്പോൾ ഡാറിയോങ്ക പറഞ്ഞു, ഞാനങ്ങനെ അപകടത്തിലൊന്നും ചെന്ന് ചാടില്ല. അപ്പൂപ്പൻ്റെ ഇഷ്ടമല്ലാതെ ഞാനൊരു കാര്യവും ചെയ്യില്ല. അപ്പൂപ്പൻ എന്നോട് പറഞ്ഞതാ കഥ. അപ്പോൾ അപ്പൂപ്പൻ വെള്ളാടിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അത് ഒരു വിശേഷപ്പെട്ട ആടാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മുന്നിലെ വലതുവശത്തെ കാലിൻ്റെ കുളമ്പിന് വെള്ളി നിറമാണ്. ആ കാലുയർത്തി അവനൊന്ന് ചവിട്ടുമ്പോൾ അവിടെ ഒരു രത്നക്കല്ല് പൊഴിയും. അവൻ എവിടെയെങ്കിലും തുള്ളി കളിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം രത്നം നിറയും. അതൊരു വലിയ കാഴ്ചയാണെന്നാണ് കാട്ടിലുള്ള ആൾക്കാർ പറയുന്നത്. വളരെ കുറച്ച് പേർക്കേ ആ കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. അടുത്ത ദിവസം വൈകുന്നേരം ഡാറിയോങ്ക ചോദിച്ചു, അപ്പൂപ്പ, നമ്മുടെ വെള്ളാട് ഒരുപാട് വലിയ ആടാണോ? അപ്പൂപ്പൻ ചോദിച്ചു, നീ ഇതുവരെ ആടിൻ്റെ കാര്യം മറന്നില്ലേ? ഞാൻ ആടിനെ കണ്ടിട്ടില്ല, പക്ഷെ എല്ലാവരും പറയുന്നത് അതത്ര വലിയ ആടൊന്നുമല്ല, ഒരു മേശയോളം വലുപ്പമേ അതിനുള്ളൂ എന്നാണ്. അടുത്ത ദിവസം ഡാറിയോങ്ക പിന്നെയും ചോദിച്ചു, അപ്പൂപ്പ, നമ്മുടെ വെള്ളാടെ അവന് വലിയ കൊമ്പുണ്ടോ? നല്ല മൂർച്ചയുണ്ടോ? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അതിന് കൊമ്പുണ്ട്, പക്ഷെ അതിന് ആടിൻ്റെ കൊമ്പ് പോലത്തെ കൊമ്പല്ല. അതിന് മാനുകൾക്കുള്ളതുപോലെ വലിയ കൊമ്പുകളാണ് ഉള്ളത്. ആ കൊമ്പിനും അതിൻ്റെ കാലിൻ്റേതുപോലെ വെള്ളി നിറമാണ് ഉള്ളത്. അടുത്ത ദിവസം ഡാറിയോങ്ക ചോദിച്ചു, അപ്പൂപ്പ, ഈ വെള്ളാടുണ്ടല്ലോ, ഈ വെള്ളാട് നമ്മളെങ്ങാനും കടിച്ച് തിന്നുമോ? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, വെള്ളാട് ആരെയും കടിച്ച് തിന്നില്ല. അത് സാധാരണ ആടുകളെ പോലെ പച്ചിലയും പുല്ലും ഒക്കെ മാത്രമേ തിന്നാറുള്ളൂ. ഞാനിതുവരെ നിന്നെ കണ്ടിട്ടില്ലേ, പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും ഡാറിയോങ്ക വെള്ളാടിനെ പറ്റി ഓരോ കാര്യങ്ങൾ അപ്പൂപ്പനോട് ചോദിക്കും. അപ്പൂപ്പൻ ഇതുവരെ ആടിനെ കണ്ടിട്ടില്ല. ഡാറിയോങ്കയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും അപ്പൂപ്പൻ്റെ കയ്യിലില്ല. എന്നാലും അപ്പൂപ്പന് അറിയാവുന്നതുപോലെയൊക്കെ ഡാറിയോങ്കയ്ക്ക് ആടിനെ പറ്റി പറഞ്ഞു കൊടുത്തു. കഥകളൊക്കെ കേട്ട് അവൾ മനസ്സിൽ നല്ല ഭംഗിയുള്ളൊരു ആടിൻ്റെ ചിത്രം വരച്ചിട്ടു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരിക്കൽ ഭയങ്കര മഞ്ഞുകാലം വന്നു. മഞ്ഞുകാലത്ത് കാട്ടാടുകളെ കിട്ടില്ല. കാട്ടാടുകളെ കിട്ടണമെങ്കിൽ കാട്ടിൽ വളരെ ഉള്ളിലേക്ക് പോകണം. കൊക്കോവന്യ അപ്പൂപ്പൻ കാട്ടിലേക്ക് പോകാനിറങ്ങി. ഡാറിയോങ്കയോട് പറഞ്ഞു, മോളെ, ഞാൻ കുറച്ച് ദിവസം താമസിച്ചേ വരികയുള്ളൂ. അയൽപക്കക്കാരോട് നിന്നെ പ്രത്യേകം നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നത് വരെ അപകടത്തിലൊന്നും ചാടാതെ നീയും പൂച്ചക്കുട്ടിയും കൂടെ നമ്മുടെ വീട്ടിലിരിക്കണം. ഡാറിയോങ്ക സമ്മതിച്ചു. അങ്ങനെ കൊക്കോവന്യ അപ്പൂപ്പൻ കാട്ടിപ്പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പൂപ്പൻ തിരിച്ചു വന്നത്. അപ്പൂപ്പൻ തിരിച്ചു വന്നപ്പോൾ ഉണക്കാനുള്ള കുറേ ഇറച്ചിയൊക്കെ കൊണ്ടാണ് വന്നത്. എന്നിട്ട് അപ്പൂപ്പനും ഡാറിയോങ്കയും കൂടി ചിമ്മിനിയുടെ മുകളിൽ ഈ ഇറച്ചിയെല്ലാം ഉണക്കാനിട്ടു. വൈകുന്നേരം കഥ പറയുന്ന സമയത്ത് ഡാറിയോങ്ക അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പ, കാട്ടിലായിരിക്കുമ്പോൾ അപ്പൂപ്പൻ എവിടെ കിടന്നുറങ്ങുന്നത്? അവിടെ വലിയ മഞ്ഞല്ലേ, മഞ്ഞ് വീണ് അപ്പൂപ്പന് തണുക്കില്ലേ? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, മോളെ, ഞാൻ കാടിനകത്ത് പനയോല കൊണ്ട് ഒരു ചെറിയ കുടിലുണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ കുറേ വിറകൊക്കെ കൂട്ടി തീയിട്ട് ഞാൻ ആ തീയും കാഞ്ഞു കിടന്നാണ് ഉറങ്ങുന്നത്. അതിൽ കിടന്നുറങ്ങാൻ നല്ല രസമാണ്. അപ്പോൾ ഡാറിയോങ്ക ചോദിച്ചു, അപ്പൂപ്പൻ അവിടെ കിടന്നുറങ്ങുമ്പോൾ അവിടെ വെള്ളിക്കുളമ്പുള്ള ആട് വരാറുണ്ടോ? അപ്പൂപ്പൻ പറഞ്ഞു, ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ കാലമായിട്ട് ആ കുടിലിൽ കിടന്നുറങ്ങുന്നു. ഞാൻ ഇതുവരെ ആ ആടിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഡാറിയോങ്ക ചോദിച്ചു, അപ്പൂപ്പ, അടുത്ത തവണ അപ്പൂപ്പൻ കാട്ടിൽ പോകുമ്പോൾ ഞാനും കൂടെ വരട്ടെ? എനിക്ക് നോക്കണം ആടിനെ, എനിക്ക് കാണാൻ പറ്റിയാലോ? അപ്പൂപ്പൻ പറഞ്ഞു, കൊള്ളാം. ഈ കൊടും തണുപ്പത്ത് നിന്നെപ്പോലുള്ള ചെറിയ കുട്ടിയും കൂടി ഞാൻ എങ്ങനെ കാട്ടിൽ പോവും? അത് വലിയ അപകടമാണ്. എനിക്ക് തന്നെ തണുപ്പ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നീ എന്ത് ചെയ്യും? മാത്രമല്ല നിന്നെക്കൊണ്ടേ ഈ മഞ്ഞിൽ കൂടെ നടന്നാൽ നീ ചിലപ്പോൾ മഞ്ഞിലേക്ക് താണു പോവും. എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ പോലും പറ്റിയെന്ന് വരില്ല. പക്ഷേ ഡാറിയോങ്ക സമ്മതിച്ചില്ല.
അവൾ അപ്പൂപ്പനോട് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. അടുത്ത തവണ കാട്ടിൽ പോകുമ്പം അവളും കൂടെ കാട്ടി വരുന്നുണ്ട്. അവസാനം അപ്പൂപ്പ സമ്മതിച്ചു. ഇതറിഞ്ഞ അയൽപ്പക്കക്കാരൊക്കെ അപ്പൂപ്പനെ വഴക്ക് പറഞ്ഞു. ഇത്ര ചെറിയ കുട്ടിയായ ഡാറിയോങ്കയും കൊണ്ട് കാട്ടിൽ പോയാൽ വളരെ വലിയ അപകടം വന്ന് ഭവിക്കും. അയൽപ്പക്കക്കാർക്കൊക്കെ ഡാറിയോങ്ക വലിയ ഇഷ്ടമായിരുന്നു. അവളെ നഷ്ടപ്പെടുത്താൻ ആർക്കും മനസ്സില്ലായിരുന്നു. എല്ലാവരും അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പൻ കാട്ടിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ അവളെ നോക്കിക്കോളാം, അപ്പൂപ്പൻ അവളെ കാട്ടിൽ കൊണ്ടുപോകരുതേന്ന്. പക്ഷെ ഡാറിയോങ്കയുണ്ടോ സമ്മതിക്കുന്നു. അവളുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ കൊക്കോ വന്യ അപ്പൂപ്പൻ ഡാറിയോങ്കയും കൊണ്ട് കാട്ടിലേക്ക് പോയി. കാടിനുള്ളിൽ എത്താറായപ്പോൾ പിന്നിൽ ആരോ നടന്നു വരുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാവൂ ഞാവൂ ശബ്ദത്തോടെ വരുന്നു കുഞ്ഞിപ്പൂച്ച. കുഞ്ഞിപ്പൂച്ചയ്ക്ക് മഞ്ഞിൽ എന്തെങ്കിലും അപകടം പറ്റുമെന്ന് കരുതി ഒരു കുഞ്ഞിപ്പൂച്ച അറിയാതെ വന്നതായിരുന്നു. പക്ഷേ ഡാറിയോങ്ക ഒറ്റയ്ക്ക് വിടാൻ കുഞ്ഞിപ്പൂച്ച സമ്മതിക്കുമോ? അത് പിന്നാലെ തന്നെ എത്തി. അങ്ങനെ അവർ 3 പേരും കൂടെ കാട്ടിലെത്തി. അപ്പൂപ്പൻ മഞ്ഞുകാലത്ത് താമസിക്കുന്ന കുടില് ഡാറിയോങ്കയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു കുടില്. അവൾ കുഞ്ഞിപ്പൂച്ചയോടൊപ്പം അവിടെയൊക്കെ ചുറ്റി നടന്ന് രാത്രിയിൽ തീ കായാനുള്ള കൊച്ചു കൊച്ചു വിറക് കഷ്ണങ്ങളും ചുള്ളിക്കമ്പുകളും ശേഖരിച്ചു. ആ സമയത്ത് അപ്പൂപ്പൻ കാട്ടിൽ വേട്ടയാടാൻ പോയി. ഡാറിയോങ്ക കൊണ്ടുവന്ന ഭാഗ്യമാണോ എന്തോ, അന്ന് അപ്പൂപ്പന് ഒരുപാട് കാട്ടാടുകളെ വേട്ടയാടാൻ പറ്റി. അവർക്ക് ആഹാരത്തിനുള്ള ഇറച്ചി മാത്രം എടുത്തിട്ട് ബാക്കി അവർ ഉപ്പിട്ട് സൂക്ഷിച്ചു വെച്ചു. വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം എന്ന് കരുതിയാണ് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചത്. പക്ഷെ അടുത്ത ദിവസവും അപ്പൂപ്പന് കുറേ കാട്ടാടുകളെ കിട്ടി. അതിൻ്റെ ഇറച്ചിയും അവർ സൂക്ഷിച്ചു വെച്ചു. അവസാനം കുറേ ഇറച്ചി ആയപ്പോൾ അപ്പൂപ്പനാകെപ്പാടെ ആശങ്കയായി. അവർക്ക് 2 പേർക്കും കൂടി തലയിലെടുത്ത് കൊണ്ടുപോകാമെന്നതിലും കൂടുതൽ ഇറച്ചി ആയിട്ടുണ്ട്. ഇതെങ്ങനെ കളഞ്ഞിട്ട് പോകും? അപ്പോൾ ഡാറിയോങ്ക ഒരു കാര്യം പറഞ്ഞു. അവൾ അപ്പൂപ്പനോട് പറഞ്ഞു, അപ്പൂപ്പൻ വിഷമിക്കേണ്ട, ഇത്രയധികം ഇറച്ചി എന്തായാലും നമുക്ക് തലയിൽ പൊക്കിയെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ ഇത്ര ഭാരം താങ്ങില്ല. അതുകൊണ്ട് അപ്പൂപ്പന് നാട്ടിൽ ചെന്ന് നമ്മുടെ കുതിരയും കൂടെ കൊണ്ടുപോവാം. നമുക്ക് കുതിരപ്പുറത്ത് ഈ ഇറച്ചിയും വെച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ വന്നിട്ട് കുറേ ദിവസമായി, നമ്മളിതുവരെ വെള്ളാടിനെ കണ്ടില്ലല്ലോ, ഇനി അതിനെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇറച്ചിക്ക് കാവലിരിക്കാം, അപ്പൂപ്പൻ വേഗം പോയിട്ട് വന്നാൽ മതി. കൊക്കോ വന്യ അപ്പൂപ്പന് അവളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ പേടിയായിരുന്നു. കാടാണ്, തണുപ്പാണ്. പക്ഷെ അവൾ പറഞ്ഞു, അപ്പൂപ്പൻ ഒന്നും പേടിക്കേണ്ട, ഞാൻ ഈ കുടിലിൽ തന്നെ ഇരുന്നോളാം, കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഇതിലുണ്ടല്ലോ, എനിക്ക് കൂട്ടിന് കൊച്ചു പൂച്ചയുമുണ്ട്, അപ്പൂപ്പൻ വേഗം ഇങ്ങ് വന്നാൽ മതി. അവസാനം മനസ്സോടെ കൊക്കോ വന്യ അപ്പൂപ്പൻ കുതിരയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയി. അപ്പൂപ്പൻ രാവിലെയാണ് പോയത്. രാത്രിയായിട്ടും തിരിച്ചു വന്നില്ല. ഡാറിയോങ്കയ്ക്ക് ആകെ പേടിയായി. ചുറ്റുപാടും മഞ്ഞ്, കാട്, ആരുമില്ല കൂട്ടിന്. ചങ്ങാതി പൂച്ചയും കെട്ടിപ്പിടിച്ച് അവൾ ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ എത്ര കിടന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. അവൾ ജനലിലൂടെ അങ്ങനെ പുറത്തേക്ക് നോക്കി കിടന്നപ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് എന്തോ ഇറങ്ങി വരുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾ നോക്കുമ്പോൾ തൂവെള്ള നിറമുള്ള വലിയൊരു ആട്. അതിന് മാനിനെ പോലുള്ള ശിഖരമുള്ള കൊമ്പുകൾ, മുന്നിലെ കാലിൽ വെള്ളിക്കുളമ്പ്. ഡാറിയോങ്ക സന്തോഷത്തോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നു. പക്ഷേ അവിടെ അവൾ ഒന്നിനെയും കണ്ടില്ല. താൻ സ്വപ്നം കണ്ടതായിരിക്കും എന്നവൾക്ക് തോന്നി. അവൾ നിരാശയോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെയായി. അവൾ എഴുന്നേറ്റു. അപ്പൂപ്പനെ കാത്തിരുന്നു. വൈകുന്നേരമായിട്ടും കൊക്കോ വന്യ അപ്പൂപ്പൻ വന്നില്ല. ഡാറിയോങ്കയ്ക്ക് ആകെ സങ്കടമായി. അപ്പൂപ്പൻ വഴി തെറ്റിയോ, വഴിയിൽ എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പൂപ്പനെ അന്വേഷിച്ച് പോകാനും പറ്റില്ല. അവൾ അപ്പൂപ്പനെ കാത്ത് വാതിൽക്ക് തന്നെ ഇരുന്നു. അങ്ങനെ രാത്രിയായി. ഉറക്കം വരുന്നില്ല. എന്തായാലും അവൾ ഉറക്കം വരാതെ അങ്ങനെ കുടിലിൽ കിടക്കുമ്പോൾ ഇത്തവണയും ഒരു കുളമ്പടി ശബ്ദം കേട്ടു. അവൾ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. അവൾ ആദ്യം വിചാരിച്ചു അപ്പൂപ്പൻ കുതിരപ്പുറത്ത് വരികയാണെന്ന്. നോക്കുമ്പോൾ അപ്പൂപ്പനല്ല, വെള്ളാടാണ് വരുന്നത്. തലയിൽ ശിഖരങ്ങളുള്ള വെള്ളിക്കൊമ്പുണ്ട്, വലത്തെ കാലിൽ വെള്ളിക്കുളമ്പുമുണ്ട്. അവൾ സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഇത്തവണ അവൾ ആടിനെ കണ്ടു. ആട് മുറ്റത്ത് നിൽക്കുകയാണ്. വെള്ളിക്കുളമ്പുള്ള വലത് കാല് പൊക്കി പിടിച്ചാണ് ആട് നിൽക്കുന്നത്. ഡാറിയോങ്ക സന്തോഷത്തോടെ ആടിനെ വിളിച്ചു, വെള്ളിക്കുളമ്പുള്ള വെള്ളാടെ, ഓടിവാ ഓടിവാ, എൻ്റെ കുടിലിൽ കയറിയിരുന്നു. വെള്ളാട് ഉറക്ക ചിരിച്ചുകൊണ്ട് ഓടിക്കാട്ടിലേക്ക് പോയി. ഡാറിയോങ്ക നോക്കുമ്പോൾ ചങ്ങാതി പൂച്ച ഉണർന്ന് കിടക്കുകയാണ്. അവൾക്ക് വിശേഷം ആരോടെങ്കിലും പറയാതെ വയ്യ. അപ്പൂപ്പനില്ലല്ലോ. അതുകൊണ്ട് അവൾ ചങ്ങാതി പൂച്ചയോട് പറഞ്ഞു, ചങ്ങാതി പൂച്ചേ, ഞാനിന്ന് വെള്ളിക്കുളമ്പുള്ള വെള്ളാടിനെ കണ്ടു. അപ്പൂപ്പൻ വന്നാൽ ഉടനെ നമുക്കിത് പറയണേ. അങ്ങനെ അന്നത്തെ രാത്രി കടന്നുപോയി. 3-ാമത്തെ ദിവസവും ഗ്രാമത്തിലേക്ക് പോയ കൊക്കോ വന്യ അപ്പൂപ്പൻ തിരിച്ചു വന്നില്ല. ഡാറിയോങ്ക കാത്തിരുന്ന് മുഷിഞ്ഞു. അവൾക്ക് വല്ലാത്ത പേടിയും സങ്കടവും നിരാശയും ഒക്കെ തോന്നി.
കുറേ നേരം കഴിഞ്ഞപ്പോൾ ചങ്ങാതി പൂച്ചയും കാണുന്നില്ല. രാത്രിയായി. ഇരുട്ടത്ത് പുറത്തിറങ്ങി നടക്കാനും അവൾക്ക് പേടിയാണ്. അതുകൊണ്ട് അവൾ കൂടിനുള്ളിൽ തന്നെ ഇരുന്നു. അപ്പൂപ്പനുമില്ല, ചങ്ങാതി പൂച്ചയുമില്ല. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അപ്പോഴാണ് മുറ്റത്ത് നിന്ന് ഞാവൂ എന്നൊരു ശബ്ദം. നല്ല ഇരുട്ടാണ്. എന്നാലും ഡാറിയോങ്ക പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. നോക്കുമ്പോൾ നല്ല നിലാവത്ത് ചങ്ങാതി പൂച്ചയും വെള്ളിക്കുളമ്പുള്ള വെള്ളാടും കൂടെ കഥയും പറഞ്ഞ് നിൽക്കുന്നു. ഡാറിയോങ്കയെ കണ്ടപാടെ വെള്ളിക്കുളമ്പുള്ള വെള്ളാട് കാട്ടിലേക്ക് ഓടിപ്പോയി. ചങ്ങാതി പൂച്ചയും പിന്നാലെ ഓടിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ ഡാറിയോങ്ക കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വെള്ളാടും ചങ്ങാതി പൂച്ചയും കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി വന്നു. വെള്ളാട് കുടിലിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി അവിടെ നിന്നുകൊണ്ട് വെള്ളിക്കുളമ്പുള്ള കാലുയർത്തി ടപ്പ് ടപ്പ് ടപ്പെന്ന് ചവിട്ടാൻ തുടങ്ങി. ഓരോ ചവിട്ടിനും ഓരോ രത്നം വീതം അവിടെ നിന്ന് തെറിച്ചും മുറ്റത്തേക്ക് വീണു തുടങ്ങി. അങ്ങനെ കുറേ നേരം കൊണ്ട് വീടിന് ചുറ്റും രത്നക്കല്ലുകൾ തെറിച്ച് വീണ് നിറഞ്ഞു. ഈ സമയത്താണ് നാട്ടിലേക്ക് പോയ കൊക്കോവന്നി അപ്പൂപ്പൻ കുതിരയും കൊണ്ട് ഒരു വിധത്തിൽ തിരിച്ചു വന്നത്. അദ്ദേഹത്തിന് രത്നങ്ങളുടെ തിളക്കം മൂലം തൻ്റെ വീട് പോലും തിരിച്ചറിയാൻ പറ്റിയില്ല. ഡാറിയോങ്കയാണെങ്കിൽ അത്ഭുതം കൊണ്ട് വായും പൊളിച്ച് നിൽക്കുകയാണ്. വെള്ളാടിൻ്റെ പുറകെ ചങ്ങാതി പൂച്ചയും ഓടിച്ചാടി പുരപ്പുറത്തേക്ക് കയറി. അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി. ആദ്യത്തെ അത്ഭുതം ഒന്ന് അടങ്ങിയപ്പോൾ കൊക്കോവന്നി അപ്പൂപ്പൻ ഓടി വന്ന് തൻ്റെ തലയിലെ തൊപ്പി ഊരി ആ തൊപ്പിക്കുള്ളിലെല്ലാം രത്നങ്ങൾ വാരി നിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഡാറിയോങ്ക ഓടി വന്ന് പറഞ്ഞു, അപ്പൂപ്പ മതി, നമുക്ക് ഈ രത്നങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന കാഴ്ച കണ്ടാൽ തന്നെ നല്ല രസമല്ലേ, അത് കണ്ണ് നിറയെ കാണാം. അപ്പൂപ്പൻ സമ്മതിച്ചു. അപ്പൂപ്പൻ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ നിന്നു. വീടിന് ചുറ്റുമുള്ള മുറ്റവും നിറയെ പല നിറത്തിലുള്ള രത്നങ്ങൾ ചിതറിക്കിടക്കുന്നു. അവ നിലാവിൽ ഇങ്ങനെ തിളങ്ങുകയാണ്. എന്തൊരു ഭംഗിയായിരുന്നു ആ കാഴ്ച കാണാൻ. കൊക്കോവന്നി അപ്പൂപ്പനും ഡാറിയോങ്കയും ആ കാഴ്ച കണ്ട് അങ്ങനെ നിന്നു. അവർക്ക് ഉറക്കം വന്നതേയില്ല. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വീടിന് മുകളിൽ നിന്നിരുന്ന വെള്ളാടും പൂച്ചക്കുട്ടിയും കാടിനുള്ളിലേക്ക് ഓടിപ്പോയി. പിന്നെ മഞ്ഞ് വീഴാൻ തുടങ്ങി. മഞ്ഞ് വീണ് സകല രത്നങ്ങളും മൂടിപ്പോയി. അപ്പൂപ്പനും ഡാറിയോങ്കയും വീടിനുള്ളിൽ കയറി. നേരം വെളുത്തപ്പോഴാണ് അവർ പിന്നെ പുറത്തു വന്നത്. മഞ്ഞ് കുഴിച്ചു നോക്കിയപ്പോൾ അവർക്ക് ഒറ്റ രത്നം പോലും കിട്ടിയില്ല. തലേന്ന് തങ്ങൾ കണ്ട സ്വപ്നമാണോ എന്ന് പോലും അവർക്ക് തോന്നിപ്പോയി. എന്നാലും അപ്പൂപ്പനകത്ത് കയറി തൻ്റെ തൊപ്പിയിൽ നോക്കുമ്പോൾ കണ്ടത് സ്വപ്നമല്ല. താൻ തൊപ്പിയിൽ വാരി നിറച്ച രത്നങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പിന്നീട് ജീവിതകാലം മുഴുവൻ ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള രത്നങ്ങൾ അപ്പൂപ്പനും ഡാറിയോങ്കയ്ക്കും കിട്ടി. പക്ഷേ ചങ്ങാതി പൂച്ചയെയും വെള്ളിക്കുളമ്പുള്ള വെള്ളാടിനെയും അവർ പിന്നീട് ഒരിക്കലും കണ്ടതേയില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ളൊരു മനോഹര കാഴ്ചയാണ് ഡാറിയോങ്കയ്ക്കും കൊക്കോവന്നി അപ്പൂപ്പനും കിട്ടിയത്. മറ്റാർക്കും കിട്ടാത്ത മനോഹരമായ ഒരു കാഴ്ച. ഇഷ്ടമായോ വെള്ളാടിൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.